അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു പൂർവാധിക ശക്തിയോടെ. 2 ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോഴേക്കും വ്യൂസ് അങ്ങ് കുത്തനെ താണു. ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം. എന്തായാലും ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കുറച്ച് ദിവസമായി പിൻട്രസ്റ്റിൽ കിടന്ന് കറങ്ങുന്ന ഒരു സാധനമായിരുന്നു. അപ്പോഴേ കരുതിയതാണ് എന്തായാലും ഒന്ന് വരക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ക്യാൻവാസ് എടുക്കുക. ആ ക്യാൻവാസിൽ ഇതുപോലെ നിറയെ കോളംസ് വരയ്ക്കുക. ഈക്വൽ ആയിരിക്കണം കേട്ടോ മെഷർമെന്റ് ഒക്കെ. അതിൽ ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് ഇഷ്ടമുള്ള കോളത്തിൽ കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ആ കൂട്ടത്തിലൊരു സന്തോഷം കൂടി പറയട്ടെ, ഇത് വലിയ വലിയ ക്രിയേറ്റേഴ്സിന് നിസ്സാര കാര്യമായിരിക്കും, എനിക്കിത് വലിയ കാര്യമാണ്. അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് 100 ക്ലിക്ക് ചെയ്തു. ഭയങ്കര സന്തോഷമായി. ആ 100 പേർക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ ഇങ്ങനെ ഒരുപാട് കോളംസിൽ ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്തില്ലേ, ഇനി അതിനൊന്ന് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുന്നത് നമ്മൾ എടുത്ത കളറിന്റെ ഡാർക്കസ്റ്റ് കളർ എടുത്തിട്ട് അതിന്റെ അറ്റമൊന്ന് അതിന് വേണ്ടിയിട്ട് ആൽക്കഹോൾ മാർക്കറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കേർവ് ചെയ്ത് കൊടുത്ത ഭാഗം നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്തും കൂടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആ ബ്രഷ് പെന്ന് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്ത സെയിം കളറിനെ കൊണ്ട് തന്നെയാണ് സ്മഡ്ജ് ചെയ്തിട്ടുള്ളത്. ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടും. ആയിട്ടില്ല, ഇനിയും കുറച്ച് പണി ബാക്കിയുണ്ട്. അതിനുശേഷം നമ്മൾ അതിന്റെ അറ്റം ഇതുപോലെ ആ സെയിം കളർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൂടി ചെയ്യാം. ബ്ലാക്ക് സ്കെച്ച് പെന്നാണ് ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ എല്ലാ കോളംസും സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാണാൻ ഇങ്ങനെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ഇരിക്കും. അടിപൊളിയല്ലേ? ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്